ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കൂത്തുകുളം, വലപ്പാട്. സിന്ധുവിനും 3 പെൺമക്കൾക്കും ഇനി സ്വന്തം വീട്. സ്നേഹവീട് പദ്ധതിയിൽ 24ാമത്തെ കുടുംബത്തിന് താക്കോൽ കൈമാറി. നിലച്ചിരിക്കാത്ത സമയത്ത് അച്ഛനെ നഷ്ടപ്പെട്ട 3 പെൺമക്കൾക്കും അമ്മ സിന്ധുവിനും ഇനി അടച്ചുറപ്പുള്ള സ്വന്തം വീട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം RK ബേബിയുടെ നേതൃത്വത്തിൽ ജനകീയ പിന്തുണയോടെ നടപ്പാക്കുന്ന സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. സിന്ധുവിന്റെ ഭർത്താവ് കയ്പമംഗലം പുന്നക്കച്ചാൽ സ്വദേശി പള്ളത്ത് നവീൻ ഏതാനും വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു. നവീന്റെ മരണസമയത്ത് സഹകരണ ബാങ്കിലുണ്ടായിരുന്ന ലക്ഷങ്ങളുടെ കടബാധ്യത അന്നത്തെ MLA ET ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് തുക കണ്ടെത്തി വീട്ടുകയായിരുന്നു. തുടർന്ന് തകർച്ചയിലായ പഴയ തറവാട്ട് വീട്ടിലായിരുന്നു സിന്ധുവും മക്കളും താമസിച്ചിരുന്നത്. സ്വന്തമായി ഒരു വീട് എന്ന സിന്ധുവിന്റെയും മക്കളുടെയും സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. RK ബേബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന കാലത്ത് 14ാം ഡിവിഷനിൽ ആരംഭിച്ച ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബത്തിന് വീട് നിർമ്മിച്ചത്. പൂർണ്ണമായും പൊതുജനങ്ങളുടെ സംഭാവന ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സ്നേഹവീട് പദ്ധതിയുടെ സഹായം ലഭിക്കുന്ന 24ാമത്തെ കുടുംബമാണ് സിന്ധുവിന്റേത്. 2 കിടപ്പുമുറികൾ ഉൾപ്പെടെ 622 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത്. രാവിലെ നടന്ന താക്കോൽദാന ചടങ്ങ് KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. RK ബേബിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഭാവനയിൽ രൂപം കൊണ്ട ഒരു പദ്ധതി, അതും 24ാമത്തെ വീട് കൈമാറാൻ അവസ്ഥയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കേണ്ടതും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമായിട്ടുള്ളൊരു പദ്ധതിയാണ്. അത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ജനങ്ങളുടെ സഹകരണത്തോടെയും സഹായത്തോടെയും നടപ്പാക്കുക എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അഭിനന്ദനാർഹമായിട്ടുള്ള പദ്ധതിയാണ്. കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് കുടുംബം. ആ കുടുംബത്തെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും അർഹമായ കരങ്ങളിലേക്ക് തന്നെ ഈ സഹായം എത്തുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം. തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹം സഹായിക്കാൻ സന്നദ്ധമാണ്. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചുറ്റുപാട് നമുക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു സിന്ധുവിനും മക്കൾക്കും വീടിന്റെ താക്കോൽ കൈമാറി. രാഷ്ട്രീയ വേർതിരിവില്ലാതെ ഇത്തരത്തിലുള്ളൊരു ആശയം വെച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് സർക്കാരിൻ്റെ പദ്ധതിയിൽ ഭവനം ലഭിക്കില്ല. ഇവർക്ക് ഭൂമി കൂടുതലുണ്ട്, മറ്റൊന്ന് ബാങ്കിൽ ലോണിൻ്റെ തടസ്സം. ഈ വിഷയം പറഞ്ഞപ്പോൾ RK ബേബിയും വിജയേട്ടനും തമ്പിച്ചേട്ടനും അതേപോലെ തന്നെ പ്രതാപേട്ടനും സിബിനും അഹമ്മദിക്ക് എല്ലാവരും കൂടി യോജിച്ച് ടൈസൺ മാഷുടെ ഉപദേശം ഉൾപ്പെടെ ആദ്യമായി കടക്കണിയിൽ നിന്ന് മാറ്റാനായിട്ടാണ് ശ്രമം നടത്തിയത്. സ്വാഭാവികമായി സഹകരണ ബാങ്കും വലിയ തോതിൽ ഇവരെ സഹായിക്കാനായിട്ടുള്ള നിലപാട് എടുത്തു. 10-12 ലക്ഷം രൂപ, അത് 6.25 ലക്ഷത്തോടുകൂടി ലോണും മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തി. അപ്പോൾ സ്വാഭാവികമായി ബാങ്കിനെയും ഭൂമിയിലെ കടം മാറ്റാൻ വലിയ തോതിലുള്ള ഒരു ഇടപെടൽ നടത്തിയ പ്രദേശവാസികളെല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. തുടർന്നാണ് ഭവനം എന്നുള്ള ആശയം, സിന്ധുവിൻ്റെ ഭവനം. അവരുടെ കൊച്ചുമക്കളുടെ സ്ഥിതിയെല്ലാം സഹോദരപ്രസംഗൻ ഇവിടെ പറഞ്ഞു. വീണ്ടും നാട് കൈകോർത്തുകൊണ്ട് അവരെ സഹായിക്കാനായിട്ടുള്ള നിലപാടെടുത്തു. ഈ നിലപാട് നമുക്കെല്ലാം തുടരേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് പരസ്പരം സഹായിക്കാത്ത സ്ഥിതി വൃദ്ധസദനങ്ങളടക്കം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. സ്വന്തം അച്ഛനെയും അമ്മയെയും
സംരക്ഷിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു കാലഘട്ടം, ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ പണം ചെലവില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് സിന്ധുവിൻ്റെ 3 മക്കളെയും സംരക്ഷിക്കാനായിട്ട് നാട് തയ്യാറായത്. ഈ പ്രദേശവാസികളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുക. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. RK ബേബി പദ്ധതി വിശദീകരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത്, SI ജയകുമാർ, വാർഡ് മെമ്പർ ജിഷ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, സംഘാടക സമിതി ഭാരവാഹികളായ KM വിജയൻ, KS സിബിൻ, PM അഹമ്മദ്, TV സുരേഷ്, മണി കാവുങ്ങൽ, ER ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. എന്തോ എന്റെ കണ്ണന് വെച്ച ഉടയാട കിട്ടോ? പിന്നല്ലാതെ എല്ലാ വിഗ്രഹങ്ങൾക്കുള്ള ഉടയാടകളുണ്ട്. ഓരോ ദൈവിക രൂപത്തിനും, ക്ഷേത്ര വിഗ്രഹങ്ങൾക്കാകട്ടെ പൂജാമുറികളിലുള്ള വിഗ്രഹങ്ങൾക്കായാലും ഭക്തി സൗന്ദര്യം നൽകുന്ന നിരവധിയായിട്ടുള്ള ഉടയാടകളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഓരോ വീടിന് അനുയോജ്യമായിട്ടുള്ള പൂജാമുറികളും വിഗ്രഹങ്ങളും ആത്മീയ സ്പർശം നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പാരമ്പര്യമുയർത്തുന്ന മനോഹരമായ ട്രഡീഷണൽ വസ്ത്രശേഖരത്തിന്റെ ഉറവിടം കൂടിയാണ് മഹാദേവ ക്രിയേഷൻസ്. Always one step ahead in quality and trust. Mahadeva Creations, opposite Vennikal Shiva Temple, Kodugulam, Valapadu.